നമസ്കാരം. ഗൾഫ് മേഖലയിലും കൊറോണ മരണഭീതി പടർത്തുകയാണ്. ഗൾഫിൽ കോവിഡ് ബാധിച്ച് 4 മലയാളികൾ കൂടി മരിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും സങ്കടകരമായി ഇപ്പോൾ പുറത്തുവരുന്നത്. അബുദാബി, ദുബായ്, മസ്കറ്റ് എന്നിവിടങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 11 മാറിയിരിക്കുന്നു. പ്രവാസി മലയാളികൾക്കിടയിലടക്കം സജീവ സാന്നിധ്യമായിരുന്ന ചങ്ങനാശ്ശേരി സ്വദേശി ഡോക്ടർ രാജേന്ദ്രൻ നായരാണ് മസ്കറ്റിൽ മരിച്ചത്. 76 വയസ്സായിരുന്നു. 2 ആഴ്ച മുൻപ് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഒമാൻ റോയൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഡോക്ടർ 40 വർഷത്തിലധികമായി ഒമാനിൽ ആരോഗ്യരംഗത്ത് സജീവമായിരുന്നു. ദുബൈയിൽ കൊല്ലം ചിതറ സ്വദേശി 54-കാരനായ ദിലീപ് കുമാർ മരിച്ചതായുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. ദുബൈ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. ദുബൈയിൽ തിരൂർ സ്വദേശിയായ പുള്ളിക്കൽ കുഞ്ഞുമോനും മരിക്കുകയുണ്ടായി. ദൽമയിൽ മത്സ്യവ്യാപാരിയായിരുന്നു 55-കാരനായ കുഞ്ഞുമോൻ. മലപ്പുറം കാഞ്ഞിരമുക്ക് സ്വദേശി 42-കാരനായ ഇല്യാസ് അബുദാബിയിൽ മരിക്കുകയുണ്ടായി. UAE-യിൽ 7-ഉം സൗദിയിൽ 2-ഉം ഒമാനിൽ 1 മലയാളിയുമാണ് മരിച്ചത്. കോവിഡ് ബാധിച്ച വലിയ ഭീകരതയാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. അതേസമയം സൗദിയിൽ കോവിഡ് ബാധിച്ച് 4 പേർ കൂടി മരിക്കുകയുണ്ടായി. 762 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 7142 6 ഗൾഫ് രാജ്യങ്ങളിലുമായി 22,000-ലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുവൈത്തിൽ രോഗബാധിതരായ ഇന്ത്യക്കാരുടെ എണ്ണം 924. പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നത് ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇതിനോടകം തന്നെ പ്രതികരിച്ചത്. സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ കേന്ദ്രത്തിനും പ്രവാസികളുടെ കാര്യത്തിൽ കരുതലുണ്ട് എന്നും കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എന്ന തരത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പരക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാനങ്ങളുമായും ഏറ്റുമുട്ടാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചില്ല. രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികളെ തിരികെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അന്യസംസ്ഥാനങ്ങളിൽ കഴിയുന്നവരും ഇതേ ആവശ്യം ഉയർത്തും. അത്തരമൊരു സാഹചര്യം ലോക്ക്ഡൌൺ ലംഘനങ്ങളിലേക്കാണ് വഴിവെക്കുന്നത്. മറ്റു രാജ്യത്ത് സൗകര്യം ഏർപ്പെടുത്തുന്നത് ആ രാജ്യത്തിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പ്രവാസികളുടെ ക്ഷേമത്തിനായി അതാത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കുകയാണ്. 6 രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചിരുന്നു. ഇന്ത്യയുടെ സഹായ വാഗ്ദാനം UAE അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ദുബൈയിൽ സൗകര്യമൊരുക്കാൻ അനുമതി കിട്ടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി 70 മുറികളുള്ള ഹോട്ടൽ ഏറ്റെടുത്തിട്ടുണ്ട്. അധികം ആൾക്കാർക്കൊപ്പം താമസിക്കുന്ന രോഗബാധിതരെയും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ക്വാറന്റൈനിലേക്ക് മാറ്റുന്നതിന് കാലതാമസം നേരിടുന്നവരെയും രോഗബാധ സ്ഥിരീകരിച്ചവരെയും പാർപ്പിക്കാനാണ് ഇവിടെ നീക്കം നടക്കുന്നത്. ഇതിന് വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വി മുരളീധരൻ പറയുന്നുണ്ട്. കുവൈത്തിലേക്ക് ഒരു മെഡിക്കൽ സംഘത്തെ അയച്ചിട്ടുണ്ട്. കൂടാതെ UAE-യിലേക്കും ഒമാനിലേക്കും ഗുളികകൾ നൽകുന്നുണ്ട്. പ്രവാസികളെ സഹായിക്കാനുള്ള നമ്മുടെ സന്നദ്ധത പ്രകടിപ്പിക്കാൻ മാത്രമേ നിലവിൽ കേന്ദ്രത്തിന് കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരിക്കലും അവരെ നാട്ടിലെത്തിക്കാൻ സാധിക്കുകയില്ല. അത് ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. എങ്കിലും നിരവധി മരണങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നുണ്ട്. 24 മണിക്കൂറിലൂടെ 4 മലയാളികൾ മരിച്ചു എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ 1000-ഓട് അടുക്കുകയാണ് അവിടുത്തെ ഗൾഫ് മേഖലയിലെ രോഗബാധിതരായ മലയാളികളുടെ എണ്ണം.